ഹായ് ഗായ്സ്, വലത്തെ വർഷത്തെ കള്ളനും പ്രഗമൻ എന്ന് പറഞ്ഞ സിനിമ ഞാൻ ഇന്നലെ പോയി കണ്ടു. ഈ രണ്ട് പടത്തിൽ ഏത് പടം കാണണമെന്ന് കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഭയങ്കരമായിട്ട് ഉപകാരപ്പെടും. ഞാൻ ഈ രണ്ട് പടം ഏത് തരം ഓഡിയൻസിന് പറ്റിയ പടമാണെന്നും ഈ സിനിമ എങ്ങനെയുണ്ടെന്ന് ഒരു ക്വിക്ക് റിവ്യൂ ചെയ്തിട്ട് ഞാൻ വീഡിയോ പെട്ടെന്ന് അവസാനിപ്പിക്കുന്നതാണ്. ഫസ്റ്റ് നമുക്ക് വലത്തെ വർഷത്തെ കള്ളനെ കുറിച്ച് സംസാരിക്കാം. ജിത്തു ജോസഫിന്റെ പടമാണ്. ഇദ്ദേഹത്തിന്റെ പ്രീവിയസ് മൂവീസ് ആയ ദൃശ്യം ഓർ ദൃശ്യം 2 ഓർ മെമ്മറീസ് ഓർ 12th മാൻ ഈ കാറ്റഗറിയിൽ പെട്ടൊരു പടമല്ല ഈ പടം. അത് നിങ്ങൾ ആദ്യം മനസ്സിൽ വിചാരിച്ചിട്ട് പടം കാണാൻ പോവുക. ഈ സിനിമയുടെ പ്രധാന കാസ്റ്റ് ആയ ബിജു മേനോൻ, ജോജു ജോർജ്, ലീന ആൻഡ് കെ ആർ ഗോകുലാണ് ഈ പടത്തിന്റെ ഹൈലൈറ്റ്. ആൻഡ് എടുത്തു പറയണം, ബിജു മേനോൻ ആണ് ഷോ സ്റ്റീലർ. പുള്ളിയുടെ പെർഫോമൻസ് തന്നെ ഒരു രക്ഷയില്ല. ആൻഡ് ഇതിന്റെ ജിത്തു ജോസഫ് ആണ് ഡയറക്ടർ. സോ ഇതിന്റെ മേക്കിംഗ്, സിനിമാറ്റോഗ്രാഫി, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇതിനൊന്നും യാതൊരു കോംപ്രമൈസും ഇല്ല. ഇനി നമുക്ക് സിനിമയുടെ ഫസ്റ്റ് ഹാഫിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് കണ്ടറിഞ്ഞ അല്ലെങ്കിൽ ഭയങ്കര പ്രിഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു സ്റ്റോറി ആയിട്ട് ഫീൽ ചെയ്യും. ഫസ്റ്റ് ഹാഫിന്റെ അവസാനത്തെ ഒരു സീൻ ഉണ്ട്. അത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ, ഇതിൽ എന്തൊക്കെയോ ഒരു സംഭവം നടക്കാൻ പോകുന്നുണ്ട്. ഇനി ഇതിന്റെ സെക്കൻഡ് ഹാഫിനെ കുറിച്ച് സംസാരിക്കാം. സെക്കൻഡ് ഹാഫ് ഭയങ്കര എൻഗേജിങ് ആണ്. ഇതുവരെ ഫസ്റ്റ് ഹാഫ് പോലെയല്ല സെക്കൻഡ് ഹാഫ്. ആൻഡ് ഭയങ്കര അടുത്തത് എന്ത് നടക്കും എന്നുള്ളൊരു ഒരു ക്യൂരിയോസിറ്റി നമുക്ക് ഈ സിനിമയിൽ നമുക്ക് തരുന്നതാണ്. ഒട്ടും മോശമല്ലാത്ത ഒരു ഡീസന്റ് ആയിട്ടുള്ള ഒരു പടമാണ്. ഈ പടം തരുന്ന ഒരു സോഷ്യൽ മെസ്സേജ് ആണ് ഈ പടത്തിന്റെ മെയിൻ ഹൈലൈറ്റ്. ഇതിന്റെ ഒരു ഹാർഡ് കോർ തീം ഉണ്ട് ഈ പടത്തിന്റെ. ന്യൂലി മാരീഡ് കപ്പിൾ ഓർ പാരന്റ് മസ്റ്റ് വാച്ച് ദിസ് മൂവി ഇൻ തിയേറ്റേഴ്സ്. ഞാനത് പറയുന്നതിന്റെ കാരണം സിനിമ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എല്ലാ ഫാമിലി ഓഡിയൻസിനും കാണാൻ പറ്റിയ ഒരു ഡീസന്റ് ആയിട്ട് ഒരു മൂവിയാണിത്. നമുക്കിനി പ്രഗമനത്തിനെ കുറിച്ച് സംസാരിക്കാം. ഈ പ്രഗമനം എന്ന് പറഞ്ഞ പടം നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആയിട്ട് ഒരു 2 മണിക്കൂർ സ്പെൻഡ് ചെയ്യണം. നിങ്ങൾക്ക് ബോർഡം അടിച്ചിരിക്കുന്നവർക്ക് കാണാൻ പറ്റിയ ഒരു പടമാണ്. ഒരു ഡീസന്റ് ആവറേജ് ആയിട്ടുള്ള ഒരു ഫൺ എന്റർടൈൻമെന്റ് മൂവിയാണ്. ഒരു ഹൊറർ എലമെന്റിൽ വരുന്നെങ്കിലും ഇതിൽ അവർ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ഹ്യൂമർ ആണ്. ഈ സിനിമയുടെ ക്ലൈമാക്സ് ഞാൻ കഴിഞ്ഞ റീലിൽ പറഞ്ഞതുപോലെ എനിക്കൊരു ചതിക്കാത്ത ചന്തുവിന്റെ ഒരു പഴയ ഒരു നൊസ്റ്റാൾജിക് വൈബ് കിട്ടി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതിന്റെ ക്ലൈമാക്സ്. എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. ഈ സിനിമയുടെ ക്ലൈമാക്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആൻഡ് ഇതിലെ കുറെ കാസ്റ്റുകളുണ്ട്. ഞാനൊന്ന് എല്ലാവരും എടുത്തെടുത്ത് പറയുന്നത്, എല്ലാവരും അടിപൊളിയാണ് ഈ പടത്തിൽ. നിങ്ങൾക്ക് വലത്തെ വർഷത്തെ കള്ളനാണോ അതോ പ്രഗമനം കാണണോ എന്ന് നിങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ എന്റെ ചോദ്യം ഇതാണ്: ഏത് ടൈപ്പ് ഓഫ് ഓഡിയൻസ് ആണ് നിങ്ങൾ? ഫാമിലി ഓഡിയൻസ് ആണോ അതോ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ കൂടെയാണോ പോകുന്നത്, അതോ ഒറ്റയ്ക്കാണ് പോകുന്നത്? രണ്ട് പടത്തിനും കയറാം. ഇനി നിങ്ങൾ ഫാമിലി ആയിട്ട് പോവുകയാണെങ്കിൽ, ചിൽ ചെയ്യാനാണ് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് പ്രഗമനത്തിന് കയറാം. ഓർ നിങ്ങൾ ഒരു അടിപൊളി ഒരു ഡീസന്റ് മൂവി വാച്ച് ചെയ്യണം ഫാമിലി ആയിട്ട് എങ്കിൽ നിങ്ങൾക്ക് വലത്തെ വർഷത്തെ കള്ളനും കാണാം. ഈ രണ്ട് പടവും ഡീസന്റ് ആണ്, ആവറേജ് ആണ്. അല്ലാണ്ട് ഓവർ ദ ടോപ്പ് ഒരു അടിപൊളി പടം ഒന്നും ഞാൻ പറയത്തില്ല. രണ്ട് പടം തിരക്കേട്. നിങ്ങൾ ഈ സിനിമ കണ്ടതാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. ആൻഡ് നിങ്ങൾ ഇതിൽ ഏത് സിനിമയാണ് കാണാൻ പോകുന്നതും ഏത് സിനിമയാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്നും താഴെ പറയാം. ഇതുപോലെ മൂവി റിലേറ്റഡ് വീഡിയോസ് ആൻഡ് മൂവി സജഷൻ വീഡിയോസ് കാണാൻ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.